ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. തുടക്കം കണ്ടപ്പോഴേ മനസ്സിലായല്ലേ ഞാനെന്തോ ഒരു പുതിയ ഐറ്റവുമായി വീണ്ടും വന്നിട്ടുണ്ടെന്ന്. അതെ 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 നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലേ. ഇന്നത്തെ നമ്മുടെ താരം പുള്ളിക്കാരനാണേ, പേര് റംബൂട്ടാൻ. നിങ്ങളുടെയൊക്കെ നാട്ടിലിതിന് വല്ല സ്പെഷ്യൽ പേരും ഉണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ പറഞ്ഞ് ലാഗടിപ്പിച്ച് കുളമാക്കുന്നില്ല, നമുക്ക് നമ്മളെ റംബൂട്ടാൻ പുളിശ്ശേരി അങ്ങ് തയ്യാറാക്കാം. ആദ്യം വേണ്ടത് കുറച്ച് തേങ്ങ. ഞാൻ ഇവിടെ ഒരു ഇമ്മിണി തേങ്ങ എടുത്തിട്ടുണ്ടേ. പിന്നീട് വേണ്ടത് ഒരു പച്ചമുളക്, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ജീരകം, പിന്നീട് മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ ചേർത്തതാ ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ചെടുക്കാം. അരപ്പങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നീട് ഇതിലേക്ക് വേണ്ടത് കുറച്ച് തൈരാന്നേ. ഇനി ഇതാ ഇതേപോലൊരു ചട്ടി അല്ലെങ്കിൽ മൺചട്ടി എന്താവട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് അടുപ്പിലേക്ക് എടുത്ത് വെക്കുക. ചൂടായി വരുമ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ സുന്ദര കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന റംബൂട്ടാൻ കുട്ടനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുകളിൽ കുറച്ച് കല്ലുപ്പും പിന്നീട് ഒരു പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇമ്മിണി കറിവേപ്പിലയും പിന്നെ ഒരു ശകല മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതേപോലെ എങ്ങോട്ടിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കുക അടച്ചെടുക്കുക. പിന്നീട് തുറക്കുക. വീണ്ടും ഒരു 3-4 സെക്കൻഡ് ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും അങ്ങോട്ട് അടച്ചു വെക്കുക. അടയ്ക്കുക, തുറക്കുക, ഇളക്കുക. ഇത് തന്നെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഇളക്കി ഇട്ട് കൊടുത്തു, അടച്ചു. ഇത് തന്നെ, കാരണം ഒന്നിരുന്ന് വെന്ത് വരണം കേട്ടോ. ആ വേവാവുന്ന ഉടമ്പരാണ് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാറ് ഇമ്മിണി കഴുകി ആ ഇമ്മിണി ലാസ്റ്റ് വരുന്ന വെള്ളവും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി 4 സൈഡ് ഇതുപോലെ ഇളക്കി ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ടേ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് തൈരും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പങ്ങ് തയ്യാറാക്കിയാലോ. ഇതേപോലെ പാത്രം അങ്ങോട്ട് അടുപ്പത്ത് വെക്കുക. എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുകും വറ്റൽമുളകും പിന്നീട് കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. സംഭവം റെഡി ആയിട്ടോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇത്രേ ഉള്ളൂ കേട്ടോ. ഓണമൊക്കെ വരുമല്ലേ, ഈ റംബൂട്ടാൻ വെച്ച് നിങ്ങളെല്ലാവരും ഒരടിപൊളി ഈ റംബൂട്ടാൻ പുളിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടപ്പോൾ ഒരുപാട് പേര് ലോങ് വീഡിയോയ്ക്കായി റിക്വസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ച് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇന്ന് അടിപൊളി ഇതിനെപ്പറ്റി ഒരു ലോങ് വീഡിയോ അങ്ങ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മൾ ഈ അടിപൊളി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നീട് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വെറൈറ്റി അടിപൊളി റെസിപ്പീസുമായി വരും ദിനങ്ങൾ കാണാൻ കൂട്ടുകാരെ. ലവ് യു ഓൾ. ബൈ.